നോമ്പ് സഫലമാകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ജീവിതം, ഇങ്ങനെ ഒരു പരിശീലനം, ഈ ഒരു പരിശീലനം നമ്മുടെ ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് ഇത് പരിവർത്തിപ്പിക്കാൻ, ഈ നേടിയ പരിശീലനം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോൾ മാത്രമേ നമ്മുടെ നോമ്പ് ഫലവത്താവുകയുള്ളൂ, നാം നോമ്പ് നോറ്റ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് നമ്മിൽ തഖ്വയുണ്ടാകുന്നത്. നാം തഖ്വ എന്ന് പറഞ്ഞാൽ കുറെ ഏറെ പള്ളിയിൽ ഇരുന്ന് ധ്യാനിക്കുകയും ദിക്റെടുക്കുകയും അതുപോലെ ഖുർആൻ ഓതുകയും മാത്രം ചെയ്യുന്ന അതിനുള്ള പേരല്ല ഈ തഖ്വ എന്നുള്ളത്. അതൊക്കെ തഖ്വയുടെ ഓരോ രൂപം മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാനുള്ള ഒരു ജാഗ്രതായ മനസ്സ് സൃഷ്ടിക്കുന്നതിനാണ് ഈ തഖ്വ എന്ന് പറയുന്നത്. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റാനും നമ്മുടെ ദേഹേച്ഛ അള്ളാഹുവിന്റെ ഇച്ഛക്കനുസരിച്ച് മാറ്റി മറിക്കാൻ അങ്ങനെയുള്ള ഒരു ശ്രമം, അങ്ങനെയുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഗതി നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാം ഈ ദാഹം സഹിച്ചതുകൊണ്ടും വിശപ്പ് സഹിച്ചതുകൊണ്ടും ഫലമില്ലാതായി പോകും. അതുകൊണ്ട് നാം ഓരോരുത്തരും ഓരോ നോമ്പ് കഴിയുമ്പോഴും നോമ്പ് തുറക്കുമ്പോഴും നാം ആലോചിക്കണം, ഇന്ന് എന്റെ കണ്ണ് നോമ്പ് നോറ്റോ, എന്റെ ഹൃദയം നോമ്പ് നോറ്റോ, എന്റെ ചെവി നോമ്പ് നോറ്റോ, എന്റെ നാവ് നോമ്പ് നോറ്റോ എന്ന് നാം ആലോചിക്കണം. ഞാൻ എന്തെല്ലാം വേണ്ടാധീനങ്ങൾ ഇന്ന് കണ്ടു, എന്തെല്ലാം വേണ്ടാധീനങ്ങൾ, പറയാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞു, എന്തെല്ലാം ദോഷ വിചാരങ്ങൾ എന്റെ മനസ്സിലുണ്ടായി, ഇത് നാം ആലോചിക്കണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല, അതിന് ഞാൻ ശ്രമിക്കും എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ഇങ്ങനെ ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മിൽ തഖ്വ ഉണ്ടാകുന്നത്. ഈ ബോധം സജീവമായി നിലനിർത്താൻ ഉപകരിക്കുന്ന ഒരു മാധ്യമം മാത്രമാണ് യഥാർത്ഥത്തിൽ നോമ്പ്. മറ്റുള്ള ആരാധനകളെ പോലെ തന്നെ അത് കൂടുതലായി നമ്മിൽ ഇത്തരം ഒരു വിചാരം, ദൈവത്തെക്കുറിച്ചുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള, അവൻ പരലോകത്തെ കുറിച്ചുള്ള ആ ബോധം സജീവമായി നിലനിർത്താൻ നമ്മെ എപ്പോഴും പ്രേരിപ്പിക്കുന്ന, എപ്പോഴും നമ്മെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ നോമ്പ്. അതുകൊണ്ടാണ് ഈ നോമ്പ് ഇങ്ങനെ നോമ്പിനോട് പ്രത്യേകം തഖ്വയുമായി ബന്ധപ്പെടുത്തി അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം എല്ലാവരും ഈ കാര്യം എപ്പോഴും ആലോചിക്കണം. എല്ലാ ദിവസവും നമ്മുടെ നോമ്പിൽ നിന്ന് ഇന്ന് എത്രത്തോളം എനിക്ക് തഖ്വയാർജിക്കാൻ കഴിഞ്ഞു എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. അങ്ങനെ ഓരോ ദിനവും തഖ്വ വർദ്ധിപ്പിക്കുകയും ഈമാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം ഇതുവരെ നോറ്റിട്ടുള്ള എല്ലാ നോമ്പുകളും അള്ളാഹു സ്വീകരിച്ച് സാലിഹായ അമലായി സ്വീകരിച്ച് അതിന് തക്കതായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ വസാലിഹ അഅമാലിനാ യാ അക്രമൽ അക്രമീൻ. اللهم ما قصرنا فيه فاغفر لنا يا غافر المذنبين. وصلى اللهم على خير خلقه سيدنا محمد وعلى آله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم. നോമ്പ് സഫലമാകുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ജീവിതം, ഇങ്ങനെ ഒരു പരിശീലനം, ഈ ഒരു പരിശീലനം നമ്മുടെ ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് ഇത് പരിവർത്തിപ്പിക്കാൻ, ഈ നേടിയ പരിശീലനം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോൾ മാത്രമേ നമ്മുടെ നോമ്പ് ഫലവത്താവുകയുള്ളൂ, നാം നോമ്പ് നോറ്റ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് നമ്മിൽ തഖ്വയുണ്ടാകുന്നത്. നാം തഖ്വ എന്ന് പറഞ്ഞാൽ കുറെ ഏറെ പള്ളിയിൽ ഇരുന്ന് ധ്യാനിക്കുകയും ദിക്റെടുക്കുകയും അതുപോലെ ഖുർആൻ ഓതുകയും മാത്രം ചെയ്യുന്ന അതിനുള്ള പേരല്ല ഈ തഖ്വ എന്നുള്ളത്. അതൊക്കെ തഖ്വയുടെ ഓരോ രൂപം മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാനുള്ള ഒരു ജാഗ്രതായ മനസ്സ് സൃഷ്ടിക്കുന്നതിനാണ് ഈ തഖ്വ എന്ന് പറയുന്നത്. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റാനും നമ്മുടെ ദേഹേച്ഛ അള്ളാഹുവിന്റെ ഇച്ഛക്കനുസരിച്ച് മാറ്റി മറിക്കാൻ
അങ്ങനെയുള്ള ഒരു ശ്രമം, അങ്ങനെയുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഗതി നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാം ഈ ദാഹം സഹിച്ചതുകൊണ്ടും വിശപ്പ് സഹിച്ചതുകൊണ്ടും ഫലമില്ലാതായി പോകും. അതുകൊണ്ട് നാം ഓരോരുത്തരും ഓരോ നോമ്പ് കഴിയുമ്പോഴും നോമ്പ് തുറക്കുമ്പോഴും നാം ആലോചിക്കണം, ഇന്ന് എൻ്റെ കണ്ണ് നോമ്പ് നോറ്റോ, എൻ്റെ ഹൃദയം നോമ്പ് നോറ്റോ, എൻ്റെ ചെവി നോമ്പ് നോറ്റോ, എൻ്റെ നാവ് നോമ്പ് നോറ്റോ എന്ന് നാം ആലോചിക്കണം. ഞാൻ എന്തെല്ലാം വേണ്ടാധീനങ്ങൾ ഇന്ന് കണ്ടു, എന്തെല്ലാം വേണ്ടാധീനങ്ങൾ, പറയാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞു, എന്തെല്ലാം ദോഷ വിചാരങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായി, ഇത് നാം ആലോചിക്കണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല, അതിന് ഞാൻ ശ്രമിക്കും എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ഇങ്ങനെ ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മിൽ തഖ്വ ഉണ്ടാകുന്നത്. ഈ ബോധം സജീവമായി നിലനിർത്താൻ ഉപകരിക്കുന്ന ഒരു മാധ്യമം മാത്രമാണ് യഥാർത്ഥത്തിൽ നോമ്പ്. മറ്റുള്ള ആരാധനകളെ പോലെ തന്നെ അത് കൂടുതലായി നമ്മിൽ ഇത്തരം ഒരു വിചാരം, ദൈവത്തെക്കുറിച്ചുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള, അവൻ പരലോകത്തെക്കുറിച്ചുള്ള ആ ബോധം സജീവമായി നിലനിർത്താൻ നമ്മെ എപ്പോഴും പ്രേരിപ്പിക്കുന്ന, എപ്പോഴും നമ്മെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ നോമ്പ്. അതുകൊണ്ടാണ് ഈ നോമ്പ് ഇങ്ങനെ നോമ്പിനോട് പ്രത്യേകം തഖ്വയുമായി ബന്ധപ്പെടുത്തി അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം എല്ലാവരും ഈ കാര്യം എപ്പോഴും ആലോചിക്കണം. എല്ലാ ദിവസവും നമ്മുടെ നോമ്പിൽ നിന്ന് ഇന്ന് എത്രത്തോളം എനിക്ക് തഖ്വയാർജിക്കാൻ കഴിഞ്ഞു എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. അങ്ങനെ ഓരോ ദിനവും തഖ്വ വർദ്ധിപ്പിക്കുകയും ഈമാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം ഇതുവരെ നോറ്റിട്ടുള്ള എല്ലാ നോമ്പുകളും അള്ളാഹു സ്വീകരിച്ച് സാലിഹായ അമലായി സ്വീകരിച്ച് അതിന് തക്കതായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തിരുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ വസാലിഹ അഅമാലിനാ യാ അക്രമൽ അക്രമീൻ. اللهم ما قصرنا فيه فاغفر لنا يا غافر المذنبين. وصلى اللهم على خير خلقه سيدنا محمد وعلى آله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.